ഇന്നത്തേത് ഒരു കഥയല്ല, മറിച്ച് ഒരു ഉത്തരമാണ്. ഒരുപാട് പേർ മെസ്സേജായിട്ടും കമന്റ്സ് ആയിട്ടും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ എന്ത് ചെയ്യുന്നു, അഥവാ എന്താണ് എന്റെ ജോലി? ഇതിൽ ചില കമന്റുകൾ വളരെ രസകരമായിരുന്നു. എനിക്കല്ല, കമന്റ് ഇട്ടവർക്ക്. ഭാര്യ ജോലിക്ക് പോകുന്നു, ചേട്ടന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഇരിക്കാമല്ലോ എന്ന്. ഒരു പരിധിവരെ അത് ശരിയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ഏകദേശം 5 വർഷത്തോളം എന്നെ നോക്കിയത് ചിന്നു തന്നെയാണ്. അതായത് ആദ്യത്തെ എന്റെ സിനിമ കഴിഞ്ഞ് ബാങ്ക് ബാലൻസും സേവിങ്സും ഒക്കെ കഴിഞ്ഞതു മുതൽ ഏകദേശം കല്യാണം വരെ. അത് തുറന്നു പറയാൻ എനിക്ക് ഒരിടത്തും ഒരു നാണക്കേടോ മടിയോ തോന്നിയിട്ടില്ല. മറിച്ച് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുമായിരുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ എനിക്ക് ചെലവിന് തരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അത് പറയാൻ ഞാൻ എന്തിനും മടിക്കണം, അല്ലേ? ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും എന്നെ എന്റെ ചിന്നു ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ആ ചേർത്ത് പിടിച്ചതിന്റെ ഫലമായിരിക്കാം നിങ്ങളോടൊക്കെ ഇപ്പോൾ ഈ കഥകൾ പറയാൻ പറ്റുന്നത് പോലും. അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പറഞ്ഞത്, ചിന്നുവിനെ ഞാൻ എന്റെ അമ്മയെ പോലെയാണ് സ്നേഹിക്കുന്നതെന്ന്. ഭാഗ്യവശാൽ കല്യാണത്തിനും കുറച്ചു മാസങ്ങൾക്ക് മുന്നേ എഴുതി തീർത്ത ഒരു തിരക്കഥയ്ക്ക് അഡ്വാൻസ് കിട്ടിയതുകൊണ്ട് കല്യാണവും ഭംഗിയായി നടത്താൻ സാധിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞതും ഞാനൊരു തീരുമാനമെടുത്തു. ഞാനല്ല, ഞങ്ങൾ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം. വലിയ രീതിയിലല്ല, കൊക്കിലൊതുങ്ങുന്നത് പോലെ. അധികം താമസിയാതെ തന്നെ കാസർഗോഡുള്ള സുഹൃത്തുക്കളുമായി ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ സംരംഭം ആരംഭിച്ചു. കറ്റേർ എന്ന പേരിൽ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ്. പുറകെ തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും സുഹൃത്തുക്കളുമായി ചേർന്ന് തനി ട്രിവാൻഡ്രം കിച്ചൺ എന്ന പേരിൽ ഒരു ടേക്ക് അവേ കിച്ചണും തുടങ്ങി. ഇതിനേക്കാളും എന്നെ സന്തോഷിപ്പിച്ചത് വേറൊരു കാര്യമാണ്. ഞാൻ പോലും അറിയാതെ നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് എന്നെ ഒരു ഇൻഫ്ലുവൻസർ ആക്കി മാറ്റി. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ള പ്രോഡക്റ്റുകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, ചിന്നു എന്നെ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ തന്നെ ഒരു കുറവുകളും വരുത്താതെ തിരിച്ചിപ്പോൾ അവളെ നോക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സമ്മാനങ്ങളും യാത്രകളും ഭക്ഷണവും ഒക്കെയായി എന്നാൽ കഴിയുന്നത് പോലെ അവളെ സന്തോഷിപ്പിക്കാനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഓണത്തിന് ചിന്നുവിന് ഇഷ്ടപ്പെട്ട മാലതി സിൽക്സിൽ നിന്നും ഇതാ ഈ മേടിച്ചു കൊടുക്കുന്ന ഓണക്കോടി പോലും. വർഷങ്ങളായി ചിന്നു എനിക്കും കുടുംബത്തിനും ഓണക്കോടി എടുക്കുന്നത് ഈ മാലതി സിൽക്സിൽ നിന്നുമാണ് കേട്ടോ. ഇവരുടെ കളക്ഷൻസും എടുത്തു പറയേണ്ടതാണ്. ദേ കൂട്ടത്തിൽ ഞാനും എടുത്തു എന്റെ സ്വന്തം പൈസയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണക്കോടി. കൂടെ 2 അമ്മമാർക്കും. നിങ്ങൾക്കും കുടുംബത്തോടെ ഓണക്കോടി എടുക്കാൻ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. സ്ഥലം മറക്കണ്ട, മാലതി സിൽക്സ്, തൃപ്പൂണിത്തുറ. ഇനി എന്റെ അടുത്ത സിനിമ എന്തായി എന്ന് ചോദിക്കുന്നവരോട് ഉറപ്പായും എന്റെ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുമായി ഉടനെ തന്നെ ഞാൻ വരും. അപ്പോൾ ആ ഉത്തരം ഇതാണ്. ഞാനൊരു സംവിധായകനാണ്, ഒരു കുഞ്ഞു ക്ലോത്തിംഗ് ബ്രാൻഡിന്റെയും ടേക്ക് അവേ കിച്ചന്റെയും ഭാഗമാണ്. പിന്നെ ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞു ഇൻഫ്ലുവൻസറുമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. എന്നെപ്പോലെ ഈ കഥകൾ കേൾക്കുന്നതിൽ പലരും സ്വന്തം ഭാര്യയുടെയോ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെയോ അല്ലെങ്കിൽ അമ്മയുടെ ചെലവിലോ ആകും ജീവിക്കുന്നത്. തിരിച്ച് നിങ്ങൾക്കും ഒരു ദിവസം അവരെ പൊന്നുപോലെ നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഭിമാനത്തോടെ ഒരു മടിയും കൂടാതെ പറഞ്ഞോളൂ, അതെ, ഒരു പെണ്ണാണ് എനിക്ക് ചെലവിന് തരുന്നതെന്ന്. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. കഴിവതും ആ കഥ ലവ് സ്റ്റോറിയുടെ അവസാന ഭാഗമാക്കാൻ തന്നെ ശ്രമിക്കാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.